السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقل رب زدني علما. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ഏറ്റവും ബഹുമാനമുള്ള കെ ഉസ്താദ് അവറുകളെ, മഹാന്മാരായ സാദാത്തുക്കളെ, ആലിമീങ്ങളെ, കോഴിക്കോട് ജില്ലയിലെ പ്രാസ്ഥാനിക നേതാക്കളെ, സ്നേഹമുള്ള സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, അല്ലാഹു തആല നമ്മുടെ ഈ സമ്മേളനം, ഈ മജ്ലിസ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമുക്ക് പ്രിയപ്പെട്ട പലരും ഉണ്ട്. അള്ളാഹു അവരുടെ പരലോക ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അവൻ്റെ സുഖലോക സ്വർഗത്തിൽ സന്തോഷത്തോടെ അള്ളാഹു ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഒരു സമ്മേളനം സമാപിച്ചതിന് ശേഷം വീണ്ടും ആരംഭിക്കുക എന്ന പ്രക്രിയയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. സാധാരണ ഒരു സമ്മേളനം സുൽത്താനുൽ ഉലമയുടെ പ്രസംഗത്തോടെ സമാപിക്കും. സുൽത്താനുൽ ഉലമയുടെ അഭാവത്തിൽ പേരോട് ഉസ്താദിൻ്റെ പ്രസംഗത്തോടെ സമാപിക്കും. അതിനുശേഷം പിന്നെ ഒരു സമ്മേളനത്തിൻ്റെ സമയം നീട്ടിക്കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടും ബുദ്ധിയായിരിക്കില്ല എന്ന് എനിക്കറിയാം. കോഴിക്കോട് ജില്ലാ SMA നേതൃത്വത്തെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. ഇത്രയും മികച്ച മനോഹരമായ ഒരു സംഘാടനത്തെ ചൊല്ലി പ്രത്യേകം അവരെ അഭിനന്ദിക്കുന്നു. 500-ലധികം വരുന്ന മദ്രസകൾ, ആ മദ്രസകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 1500ഓളം വരുന്ന പ്രതിനിധികൾ, ഇപ്പോൾ കുറച്ച് പേരൊക്കെ പോയിട്ടുണ്ടെങ്കിലും 1500ഓളം വരുന്ന പ്രതിനിധികൾ ഈ സമ്മേളനത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ശ്രോതാക്കളായി ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അഭിനന്ദിക്കപ്പെടേണ്ട, ഏറെ അള്ളാഹുവിനെ സ്തുതിക്കേണ്ട നല്ല ഒരു സംരംഭമായി, ഒരു സമ്മേളനമായി ഇത് മാറിയിരിക്കുന്നു എന്ന് ആമുഖമായി ഞാൻ സൂചിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല നമ്മിൽ നിന്നും നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച എല്ലാ സഹപ്രവർത്തകന്മാരിൽ നിന്നും ഇത് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. നമ്മുടെ പുതിയ നിർവചനപ്രകാരം 500 മദ്രസകൾ എന്ന് പറഞ്ഞാൽ 500 മഹല്ലുകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. 500 മഹല്ലുകൾ എന്നാണ്. ഈ മദ്രസകളോടൊപ്പം ചിലപ്പോൾ പള്ളികളുണ്ടാവും. ജുമാഅത്ത് പള്ളികൾ, ഖബർസ്ഥാൻ ഉൾപ്പെടെയുള്ള പള്ളികളൊക്കെയുള്ള സമ്പൂർണമായ മഹല്ല് ഉണ്ടാകാം. ചിലപ്പോൾ ജുമുഅത്ത് പള്ളികൾ മാത്രം ഉണ്ടാവും. ചിലപ്പോൾ ജുമുഅ ഇല്ലെങ്കിലും നിസ്കാരപ്പള്ളികൾ, ജനങ്ങൾ അവരുടെ മതാചാരങ്ങൾക്ക് വേണ്ടി ഒരു കേന്ദ്രമായി സ്വീകരിക്കുന്ന നിസ്കാരപ്പള്ളികൾ, ജമാഅത്തും ബാങ്കും ഇഖാമത്തും ഒക്കെ നടന്ന് ചിട്ടയിൽ നടക്കുന്ന നിസ്കാരപ്പള്ളികൾ. അതുമില്ലെങ്കിൽ ഒരു മദ്രസ പോലും ചിലപ്പോൾ മഹല്ലാണ്. ഒരു മദ്രസ പോലും മഹല്ല. കാരണം മഹല്ല് എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ ജനങ്ങൾ കേന്ദ്രമായി സ്വീകരിക്കുന്ന സ്ഥലം. നമ്മുടെ മദ്രസയിൽ
റബീഉൽ അവ്വൽ നേർച്ച നടക്കുന്നു. നമ്മുടെ മദ്രസയിൽ CM വലിയുല്ലാഹിയുടെ നേർച്ച നടക്കുന്നു നമ്മുടെ നാട്ടിൽ. അതേപോലെ നമ്മുടെ നാട്ടിൽ ബദരീങ്ങളുടെ ആണ്ട് നടക്കുന്നു. ഇങ്ങനെയുള്ള നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾക്കുമൊക്കെ ജനങ്ങൾ ഒരു കേന്ദ്രമായി സ്വീകരിക്കുന്ന സ്ഥലമാണ് ഈ മദ്രസ എങ്കിൽ ആ മദ്രസയെ പോലും നാം ഒരു മഹല്ലായിട്ടാണ് പരിഗണിക്കുന്നത്. കാരണം മഹല്ല് എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ മദ്രസ എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ദഅവത്താണ്. മദ്രസ എന്തിനാണ് നാം സ്ഥാപിച്ചിരിക്കുന്നത്? അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ദഅവത്ത് നടക്കാനാണ്. ദീനിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നടക്കുക. ദീനിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അള്ളാഹുവിൻ്റെ ദീന് ഇളം തലമുറക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് മദ്രസയുടെ മാനേജ്മെന്റ് പ്രതിനിധികൾ എന്ന് പറയുമ്പോൾ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ഉത്തരവാദപ്പെട്ട ആളുകളും അതിന് പുറമെ നമ്മുടെ മദ്രസയിൽ അധ്യാപനം നടത്തുന്ന പ്രധാനപ്പെട്ട ഉസ്താദുമാരും അവരുടെയൊക്കെ സാന്നിധ്യം ഈ സദസ്സിലുണ്ട്. ഒരു കാര്യം നാം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേര് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണല്ലോ. ഈ മുഹമ്മദ് എന്നത് മലയാളത്തിൽ എഴുതാൻ കഴിയില്ല, ഇംഗ്ലീഷിലും എഴുതാൻ കഴിയില്ല. അത് അറബിയിൽ മാത്രമേ എഴുതാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദ്, ആ ഉസ്താദിനെ അവിടെ നിർത്തി ഒരു മദ്രസ നടത്തുന്ന അതിൻ്റെ മാനേജ്മെന്റ് ഏറ്റവും വലിയ ഒരു ധർമ്മം, ഏറ്റവും കുറഞ്ഞത് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പേര് വളരുന്ന തലമുറയെ കൊണ്ട് ഉച്ചാരണ ശുദ്ധിയോടെ ഉച്ചരിക്കാൻ പഠിപ്പിച്ചാൽ, നമ്മുടെ മദ്രസയിൽ നിന്ന് കുട്ടികൾ പുറത്തിറങ്ങുന്ന സമയത്ത് റസൂലുള്ളാന്റെ പേര് അവർക്ക് അക്ഷരശുദ്ധിയോടെ, മുഹമ്മദ് എന്നല്ല, മുഹമ്മദ് എന്നുമല്ല, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പേര് ആ അക്ഷരശുദ്ധിയോടെ സ്ഫുടതയോടെ ഉച്ചരിക്കാൻ പഠിപ്പിക്കുന്ന ഒരു കേന്ദ്രത്തിന് നാം നേതൃത്വം നൽകുകയും ആ കേന്ദ്രത്തിൽ നാം അധ്യാപകന്മാരായി പഠിപ്പിക്കുകയും ചെയ്താൽ ഈ ഒരൊറ്റ അമല് മതി അള്ളാഹു സ്വീകരിച്ച് പൊരുത്തപ്പെട്ടാൽ നമുക്ക് സ്വർഗത്തിൽ പോകാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര്, നമ്മുടെ ഷഹാദത്ത് കലിമ, നമ്മുടെ കുട്ടികൾ 1-ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ 2-ാം ക്ലാസ് മുതൽ നമ്മുടെ കുട്ടികൾക്ക് ഉസ്താദുമാർ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഷഹാദത്ത് കലിമ, ആ ഷഹാദത്ത് കലിമയുടെ ഉച്ചാരണം, അള്ളാഹുവിൻ്റെ ജലാലത്തിൻ്റെ ഇസ്മിൻ്റെ ഉച്ചാരണം, അതേപോലെ റസൂലുള്ളാഹി തങ്ങളുടെ പേരിൻ്റെ ഉച്ചാരണം, അങ്ങനെ ആ ഷഹാദത്ത് കലിമയുടെ സത്യസാക്ഷ്യവാക്യത്തിന്റെ ഉച്ചാരണം അക്ഷരശുദ്ധിയോടെ നിയമാനുസൃതം അത് ഒരു കുട്ടി മദ്രസയിൽ നിന്ന് പഠിച്ചാൽ പോലും മദ്രസ എന്ന് പറയുന്ന സംവിധാനം നമുക്ക് നമ്മുടെ നാടൻ പ്രയോഗത്തിൽ പറഞ്ഞാൽ മുതലായി, മദ്രസ മുതലായി. അത്രയും വലിയ കാര്യമാണ് ഒരു മദ്രസ കൊണ്ട് നമുക്ക് നേടാനുള്ള 100 കാര്യങ്ങളിൽ ഒന്നാണ് ഞാൻ നിങ്ങളെ സൂചിപ്പിച്ച കാര്യം. അങ്ങനെയുള്ള മദ്രസകൾക്കാണ് നാം നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. നാം അത്തരം മദ്രസകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതൊരു സന്തോഷ വിഷയമാണെങ്കിൽ, ചെറിയ കാര്യമല്ല നാം ചെയ്യുന്നത്, നമുക്ക് സ്വർഗത്തിൽ പോകാൻ വരെ കാരണമായ കാര്യമാണ് എന്ന നിലക്ക് നമുക്ക് സന്തോഷിക്കാമെങ്കിൽ, അതിൻ്റെ മറുപുറം വളരെയേറെ ഉത്തരവാദിത്തമുള്ള ഒരു പരിപാടിയാണ് മദ്രസ നടത്തൽ. മദ്രസക്ക് കെട്ടിടമുണ്ടാക്കാനും സ്ഥലമുണ്ടാക്കാനും അതിന് വേണമെങ്കിൽ ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും നടത്തിക്കൊണ്ടുപോകാനും നാട്ടുകാരുടെ സഹായത്തോടെ നമുക്ക് സാധിക്കുന്നുണ്ടാകാം. ചില സ്ഥലങ്ങളിലൊക്കെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം നാം അങ്ങനെ നിർവഹിച്ചു പോകുന്നുണ്ട്. ഏതെങ്കിലും സ്ഥലത്ത് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് പരിശുദ്ധ റമദാൻ വരുമ്പോൾ നമ്മൾ പരിഹരിക്കുകയും ചെയ്യും. അങ്ങനെ മദ്രസകളൊക്കെ ഏറെക്കുറെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ആ മദ്രസകൾ അക്ഷരത്തിൽ മാത്രം വിജയിച്ചാൽ പോരാ. ഭൂമി ഉണ്ടാവുക, കെട്ടിടമുണ്ടാവുക, അവിടെ അധ്യാപകന്മാരുണ്ടാവുക, അവർക്ക് സമയബന്ധിതമായി ശമ്പളം കൊടുക്കുക,
അങ്ങനെ അവരുടെ അധ്യാപനം നമ്മുടെ ജംഇയ്യത്തുൽ മുഅല്ലിമീനും വിദ്യാഭ്യാസ ബോർഡും ഒക്കെ അനുശാസിക്കുന്നതിനനുസരിച്ച് അതെല്ലാം നടക്കുക. ഇങ്ങനെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അക്ഷരത്തിൽ മദ്രസ വിജയിച്ചിരിക്കുന്നു എന്നാണ്. അക്ഷരത്തിൽ മദ്രസ വിജയിച്ചിരിക്കുന്നു, ബാഹ്യമായി മദ്രസ വിജയിച്ചിരിക്കുന്നു. അർത്ഥത്തിൽ മദ്രസ വിജയിക്കണമെങ്കിൽ ആ മദ്രസ കൊണ്ട് നാം അർത്ഥമാക്കുന്ന, ലക്ഷ്യമാക്കുന്ന ദഅവത്ത് വിജയിക്കണം. ദീനിന്റെ ദഅവത്ത്, പ്രബോധനം വിജയിക്കണം. ആ പ്രബോധനം വിജയിച്ചു എന്ന് എപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക? 7ാം ക്ലാസ് വരെ പഠിച്ച കുട്ടി, ചിലപ്പോൾ 10ാം ക്ലാസ് വരെ പഠിച്ച കുട്ടി, 12ാം ക്ലാസ് വരെ ചിലപ്പോൾ പഠിച്ച കുട്ടി, +1ഉം +2 ഒക്കെ മദ്രസയിൽ നിന്ന് പഠിച്ച് പാസ്സായ കുട്ടി, ആ കുട്ടി 5 നേരം നിസ്കരിക്കണം എന്ന ബോധത്തിലേക്ക് വന്നിട്ടില്ല എങ്കിൽ, 5 നേരം നിസ്കരിക്കണമെന്ന ബോധത്തിലേക്ക് ആ കുട്ടി വന്നില്ലെങ്കിൽ, 12ാം ക്ലാസ് പാസ്സാകുന്ന കുട്ടി എത്ര വയസ്സായി? 17 വയസ്സായി. 17 വയസ്സ് പ്രായമാകുമ്പോഴാണ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത്. യഥാർത്ഥത്തിൽ ട്രെയിനിങ് എപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്? 7ാം വയസ്സിൽ ആരംഭിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ രക്ഷിതാക്കളുമാണ്. മദ്രസയുടെ സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ആകുന്നതോടൊപ്പം നാം മക്കളുടെ വാപ്പമാരുമാണ്, മക്കളുടെ രക്ഷിതാക്കളാണ്. വാപ്പമാരോട് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച ഒരു ഹദീസുണ്ട്. ആ ഹദീസ് കൊച്ചു ഹദീസ് എല്ലാവർക്കും അറിയാം. നിങ്ങൾ കുട്ടികളോട് 7 വയസ്സെത്തിക്കഴിഞ്ഞാൽ നിസ്കരിക്കാൻ പറയണം, നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ടും നിസ്കരിച്ചില്ലെങ്കിൽ ആ നിസ്കാരം ഉപേക്ഷിച്ചതിന്റെ പേരിൽ കുട്ടികളെ അടിക്കണം. എല്ലാവർക്കും അറിയണ ഹദീസ് അല്ലേ? നമ്മുടെ കൊച്ചു ഹദീസ് കിതാബുകളിലൊക്കെ ഉണ്ട്. 7 വയസ്സ് മുതൽക്ക് ഉമ്മയും ഉപ്പയും തുടങ്ങുകയാണ് കുട്ടിയുടെ ട്രെയിനിങ്, കുട്ടിയുടെ പരിശീലനം. 7 വയസ്സ് മുതൽക്ക് നിസ്കരിക്കാൻ ആരംഭിച്ച ഒരു കുട്ടി, 10 വയസ്സായിട്ടും നിസ്കാരം ഉപേക്ഷിച്ചതിന്റെ പേരിൽ അടി വാങ്ങിയ ഒരു കുട്ടി 15 വയസ്സാവുമ്പോൾ ഒരിക്കലും നിസ്കരിക്കാതിരിക്കുകയില്ല. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് 10 വയസ്സിലെ കുട്ടിനെ അടിക്കാൻ പാടുള്ളൂ, 7ാം വയസ്സിൽ കുട്ടിനെ അടിക്കാൻ പാടില്ല. 7ാം വയസ്സിൽ കുട്ടിയോട് പറയാനേ പാടുള്ളൂ. 10ാം വയസ്സിൽ കുട്ടിയെ അടിക്കാം. 5 വർഷം പിന്നെയുമുണ്ട്, 5 വർഷം പിന്നെയുമുണ്ട്. ആ 5 വർഷത്തിനുള്ളിൽ കുട്ടി നല്ല ബോധത്തോടുകൂടെ, ഉമ്മ പറയാതെ, ഉപ്പ വടി വീശാതെ, സ്വന്തം ബോധത്തിൽ നിന്ന് നിസ്കരിക്കണം എന്ന സ്വന്തം ചിന്ത ആ കുട്ടിയിൽ വളരുകയും സമയമാകുമ്പോൾ അവൻ നിസ്കാരം നിർവഹിക്കുകയും ചെയ്യും. ഇതാണ് സ്വാഭാവികമായ തർബിയത്തിന്റെ അല്ലെങ്കിൽ പരിശീലനത്തിന്റെ രീതി. എന്നാൽ മദ്രസയിൽ നിന്ന് കുട്ടികൾ പുറത്തു പോകുന്നത് 17 വയസ്സാകുമ്പോഴാണ്, +1ഉം +2ഉം കഴിഞ്ഞതിന് ശേഷമാണ്. എന്നിട്ടും ഈ കുട്ടി നിസ്കരിക്കുന്നില്ലെങ്കിൽ, ഈ കുട്ടി നിസ്കരിക്കണമെന്ന സ്വയം ബോധം അവനിൽ വളർത്തിയെടുക്കാൻ നമ്മുടെ മദ്രസ സംവിധാനത്തിന് സാധിച്ചിട്ടില്ലെങ്കിൽ, അതിന്റെ അർത്ഥം നമ്മുടെ മദ്രസ സംവിധാനം അർത്ഥത്തിൽ തോറ്റുപോയിരിക്കുന്നു എന്നാണ്. അർത്ഥത്തിൽ തോറ്റുപോയിരിക്കുന്നു, നാം ലക്ഷ്യത്തിലെത്തിയിട്ടില്ല. ഇത് നിസ്കാരത്തിന്റെ കാര്യം മാത്രമാണെങ്കിൽ സമുദായം വളരുന്നത് എവിടെയാണ്? സമുദായം എവിടെയാണ് വളരുന്നത്? നമ്മുടെ മദ്രസകളിലാണ്. ബോർഡുകൾ വ്യത്യസ്തമായിരിക്കാം. പക്ഷേ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന, ആ മദ്രസകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മാനേജ്മെന്റ് നേതാക്കളാണ് ഈ സദസ്സിലുള്ളത്. അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട അധ്യാപകരും ഉസ്താദുമാരുമാണ് ഈ സദസ്സിലുള്ളത്. ആ നിലയ്ക്ക് ഞാൻ സൂചിപ്പിക്കുന്നു, ബോർഡുകൾ വ്യത്യസ്തമാണെങ്കിലും സമുദായം വളർന്നുകൊണ്ടിരിക്കുന്നത്, ഉമ്മത്ത് വളർന്നുകൊണ്ടിരിക്കുന്നത് എവിടെയാ? മദ്രസകളിലാണ്. മദ്രസകളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഉമ്മത്തിന്റെ മക്കൾ 7 വരെ പഠിച്ച്, 10 വരെ പഠിച്ച്, 12 വരെ പഠിച്ച് അവർ പുറത്തിറങ്ങി അവർ വീണ്ടും മദ്യപാനികളാകുന്നെങ്കിൽ, അവർ വീണ്ടും മയക്കുമരുന്നിന്റെ ഉടമകളാകുന്നെങ്കിൽ, അവർ ജമാഅത്തെ ഇസ്ലാമിയിൽ പോയി ചേരുന്നുവെങ്കിൽ, അവർ മുജാഹിദിൽ പോയി ചേരുന്നുവെങ്കിൽ, അവർ കള്ളത്തരീക്കത്തുകളിൽ അകപ്പെട്ടു പോകുന്നെങ്കിൽ, അവർ മറ്റു തോന്നിവാസങ്ങളിൽ കുടുങ്ങിപ്പോകുന്നുവെങ്കിൽ, അവർ സാമ്പത്തികമായ അഴിമതിയിലും പലിശയിലും കുടുക്കുകളിലും പെട്ടുപോകുന്നുവെങ്കിൽ, അതിന്റെ അർത്ഥം സൗമ്യമായി നിങ്ങളൊക്കെ ഇഷ്ടം. Do you need a ride? Taxi F is a better way to ride. Taxi F, everyone's favorite app.
We will get you there safely and with the lowest price. Enjoy your ride. Download now on Google Play App Store and App Gallery. How's the diet going؟ الدايت going في 60 داهية. انا وضعي حاليا مع الدايت ان انا بقيت باكل كل اللي انا عايزاه، ولو حد قال لي حاجة باكله هو كمان. شكرا. അല്ലെങ്കിൽ ദൗർഭാഗ്യം എന്ന് പറയുക, ദുരന്തം എന്ന് പറയുക. ആ ദുരന്തത്തിലേക്ക് നമ്മുടെ പ്രദേശത്തുള്ള 200 കുട്ടികൾ പഠിക്കുന്ന ഒരു മദ്രസ, അല്ലെങ്കിൽ 50 കുട്ടികൾ പഠിക്കുന്ന ഒരു മദ്രസ, 50 രക്ഷിതാക്കളുള്ള ഒരു മദ്രസ, അങ്ങനെ ചെറുതും വലുതുമായ നമ്മുടെ മദ്രസകളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഭാവി, മതപരമായ അവരുടെ നിലനിൽപ്പ് ഒന്നും വേണ്ട. അവരെല്ലാവരും വലിയ ആലിമീങ്ങളായി, വലിയ മുത്തക്കൈകളായി, വലിയ ഔലിയാക്കളായി, സൂഫികളായി അങ്ങനെ മാറണം എന്നല്ല. പ്രത്യുത 5 നേരത്തെ നിസ്കാരം അത് കൃത്യമായി നിസ്കരിക്കുന്ന കുട്ടികളായി, കള്ള് കുടിക്കാത്ത, വ്യഭിചാരത്തിലേക്ക് വീണു പോകാത്ത, പലിശയിലേക്ക് വീണു പോകാത്ത, കൊള്ളയും കൊള്ളിവെപ്പും നടത്താത്ത, തീവ്രവാദത്തിലേക്ക് വീണു പോകാത്ത, ബിദ്അത്തിലേക്കും അതേപോലെ വഹാബിസത്തിലേക്കും മൗദൂദിസത്തിലേക്കും വീണു പോകാത്ത അങ്ങനെയുള്ള ഒരു നിലവാരത്തിലേക്ക് ആണിനെയും പെണ്ണിനെയും ഉയർത്തിക്കൊണ്ടുവരേണ്ട ബാധ്യത മാനേജ്മെന്റിനുണ്ട്. ആ കാര്യങ്ങൾ ഇവിടെ ഈ നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് സൂചിപ്പിച്ചിട്ടുണ്ടാകണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എങ്കിലും ഞാൻ ആവർത്തിച്ച് പറയുന്നു, മദ്രസയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം മനോഹരമായ കെട്ടിടമോ മനോഹരമായ ക്ലാസ് മുറികളോ അല്ലെങ്കിൽ വിശാലമായ കളിമുറ്റമോ ഒന്നുമല്ല. അതെല്ലാം അതിന്റെ അനുബന്ധങ്ങൾ മാത്രമാണ്. മദ്രസയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അവിടെ പഠിച്ച് പുറത്തിറങ്ങുന്ന കുട്ടികൾ, ആ കുട്ടികൾ ഉമ്മത്തിന് നഷ്ടപ്പെട്ടു പോകരുത്, നമ്മുടെ സമുദായത്തിന് നഷ്ടപ്പെട്ടു പോകരുത്. ഈ അടുത്ത കാലത്ത് നിങ്ങൾ പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ ശ്രദ്ധിച്ചു, സ്കൂളിൽ പഠിപ്പിക്കുന്ന ഹെഡ് മാസ്റ്ററുടെ മുഖത്ത് നോക്കി കൊന്നുകളയുമെന്ന് പറയുന്ന കുട്ടി, ഹെഡ് മുഖത്ത് നോക്കി കൊന്നുകളയും എന്ന് പറയുന്ന കുട്ടിയെ നിങ്ങളൊക്കെ കണ്ടല്ലോ. ആ കുട്ടിയും നാം സ്ഥാപിച്ച ഏതെങ്കിലും ഒരു ബോർഡിന്റെ മദ്രസയിൽ 7ാം ക്ലാസ്സോ 8ാം ക്ലാസ്സോ ഒക്കെ പഠിച്ച് പാസ്സായി പുറത്തിറങ്ങിയ കുട്ടിയാണ്. ആ കുട്ടിയിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള അനേകായിരം കുട്ടികളിൽ ഉമ്മയാണെന്നും ഉപ്പയാണെന്നും നീ മനുഷ്യന്റെ മകനാണെന്നും പഠിപ്പിക്കാനാണ് നാം മദ്രസ സ്ഥാപിച്ചിരിക്കുന്നത്. നിന്നെ അക്ഷരം പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അധ്യാപകന്മാർ, അത് മുസ്ലിം ആണെങ്കിലും അമുസ്ലിം ആണെങ്കിലും, മദ്രസയിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും, ശരീഅത്ത് കോളേജിലാണെങ്കിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണെങ്കിലും, നിന്നെ അക്ഷരം പഠിപ്പിക്കുന്ന ഗുരുക്കന്മാർ, അധ്യാപകന്മാർ, അവരെ നീ ബഹുമാനിക്കണം, അവരോട് നിനക്ക് കടപ്പാടുണ്ട് എന്ന് പഠിപ്പിക്കാനാണ് നമ്മുടെ മദ്രസകൾ. അത് പഠിപ്പിക്കാൻ മാത്രമല്ല, അത് ജീവിതത്തിൽ പ്രയോഗിച്ച് കാണിക്കുന്ന ഒരു തലമുറ. നിങ്ങൾക്ക് ഇപ്പോഴും അറിയാം, നമ്മുടെ സ്കൂൾ സംവിധാനത്തിൽ, ഭൗതിക വിദ്യാഭ്യാസ സംവിധാനത്തിൽ മനുഷ്യോൽപത്തി സംബന്ധമായ ചർച്ചകളുണ്ട്. ആ ചർച്ചയിൽ അവിടെ കുട്ടികൾ പഠിക്കുന്നത് എന്താണ്? നിന്റെ ഉപ്പ ഒരു കുരങ്ങനായിരുന്നു എന്നാണ്. കുരങ്ങൻ അങ്ങനെ പരിണമിച്ച് മനുഷ്യനായി തീർന്നതാണ്. ആദ്യ പിതാവ് ആരായിരുന്നു? കുരങ്ങനായിരുന്നു എന്നാണ് സ്കൂളുകളിൽ നിന്നും ഭൗതിക സംവിധാനങ്ങളിൽ നിന്നും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മുസ്ലിം കുട്ടിയാണെങ്കിലും അമുസ്ലിം കുട്ടിയാണെങ്കിലും, നമ്മുടെ കുട്ടികളാണെങ്കിലും മറ്റുള്ളവരുടെ കുട്ടികളാണെങ്കിലും, അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നിന്റെ ഉൽപ്പത്തി, നിന്റെ പൂർവ്വ പിതാവ് ഒരു കുരങ്ങനായിരുന്നു എന്നാണ്. നമ്മൾ മദ്രസയിൽ നിന്ന് കുട്ടികൾക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കും. മദ്രസയുടെ ലക്ഷ്യം തന്നെ അതാണ്. ഭൗതിക രംഗങ്ങളിൽ, ഭൗതിക കലാലയങ്ങളിൽ നിന്ന് അഭ്യസിക്കപ്പെടുന്ന ഇത്തരം ചില മതവിരുദ്ധമായ, ധാർമ്മിക വിരുദ്ധമായ, അതോടൊപ്പം ശാസ്ത്രത്തിനും വിരുദ്ധമായ ചില വീക്ഷണങ്ങളുണ്ട്, ചില കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടുകളെ അതാത് സമയത്ത് തിരുത്തി പോകണം. അതാത് സമയത്ത് കുട്ടികൾ അവിടെ പഠിക്കണം, കുരങ്ങാണെന്ന് പഠിക്കണം. ചോദ്യം വന്നാൽ കുരങ്ങ് എന്ന് ഉത്തരം എഴുതണം. എങ്കിലേ മാർക്ക് കിട്ടുള്ളൂ, എങ്കിലേ അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശനം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് അതൊക്കെ എഴുതണം. എഴുതുമ്പോൾ തന്നെ കുട്ടിയിൽ ഒരു ബോധം കുത്തിവെക്കാൻ നമ്മുടെ സിലബസ് ശ്രമിക്കുന്നുണ്ട്. അതെന്താ? നിന്റെ പിതാവ് ഒരു മനുഷ്യനായിരുന്നു, നീ മനുഷ്യനായി വളരണം എന്നതാണ്. ആദം അലൈഹിസ്സലാം എന്ന
പൂർവ്വ പിതാവിന്റെ മകനാണ് നീ കുരങ്ങന്റെ മകനല്ല എന്ന സന്ദേശം നമ്മുടെ മദ്രസയിൽ നിന്ന് അടിക്കടി 10 മണി വരെ ഉസ്താദുമാർ അത് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. 10 മണി കഴിഞ്ഞിട്ട് പിന്നീട് കുരങ്ങൻ വരും. കുരങ്ങൻ വന്നാലും ഈ 2 മണിക്കൂർ നേരം, ഇപ്പൊ നമുക്ക് 2 മണിക്കൂർ എന്ന് പറയുന്നത് വലിയ ആർഭാടമാണ്. മദ്രസകളിൽ 2 മണിക്കൂർ കിട്ടുന്നില്ല, 2.5 മണിക്കൂറും കിട്ടുന്നില്ല, 1 മണിക്കൂറും ചിലപ്പോൾ കിട്ടില്ല. 1 മണിക്കൂറിനും താഴെ. അവിടെയും ഞാൻ മാനേജ്മെന്റിനോട് പറയുന്നു, ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണത, വളരെ മോശപ്പെട്ട പ്രവണത എന്ന് പറയണം. നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ചുറ്റുഭാഗത്തുമുണ്ട്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ നമ്മുടേതാകാം, അല്ലെങ്കിൽ മറ്റാരുടേയോ ആകാം. പലപ്പോഴും നമുക്കൊരു വെപ്പുണ്ട്, സ്കൂൾ നടത്തുന്നത് ക്രിസ്ത്യാനികളാണെങ്കിൽ, സ്കൂൾ നടത്തുന്നത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആണെങ്കിൽ അവിടെ വിദ്യാഭ്യാസ നിലവാരം കൂടും. അതുകൊണ്ട് രക്ഷിതാക്കൾ എന്ത് ചെയ്യും? മദ്രസ ബലി കൊടുത്ത് ചിലപ്പോൾ മദ്രസയിലേക്ക് പോകാനേ കഴിയില്ല. അങ്ങനെ മദ്രസയിൽ പോകാതെ ഈ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം പറഞ്ഞുകൊണ്ട് കുട്ടികളെ സ്കൂളിൽ കൊണ്ടുചെന്ന് ചേർക്കും. ആ കുട്ടികൾക്ക് മദ്രസയില്ല. എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ട്യൂഷനോ മറ്റോ ഒക്കെ കിട്ടിയെങ്കിലായി, അതും ഇപ്പോൾ ഇല്ലാതെ പോയിരിക്കുന്നു. ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ സ്കൂളുകളിൽ ഒരിക്കലും മതപഠനം ഉണ്ടാവുകയില്ലല്ലോ. അങ്ങനെ വ്യത്യസ്തങ്ങളായ മാനേജ്മെന്റുകൾ. ഇനി മുസ്ലിം മാനേജ്മെന്റ് ആണ്, സുന്നി മാനേജ്മെന്റ് തന്നെയാണ്. ഈ സ്റ്റേജിലിരിക്കുന്നവരും ഈ സദസ്സിലിരിക്കുന്നവരും പലരും സ്കൂൾ നടത്തുന്നവരാ. ഞാനും സ്കൂൾ നടത്തുന്ന ആളാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് വളരെ പ്രാധാന്യത്തോടെ പറയുന്നു. കുട്ടികൾക്ക് രാവിലെ മദ്രസയിൽ വെച്ച് കിട്ടുന്ന ആ അരമണിക്കൂറുണ്ടല്ലോ, അരമണിക്കൂറായിരിക്കാം ഏറ്റവും കുറഞ്ഞത്. അപ്പോഴേക്ക് സ്കൂൾ ബസ് വരും. ചിലപ്പോൾ 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ, ഇങ്ങനെയൊക്കെ ആയിരിക്കാം കുട്ടികൾക്ക് കിട്ടുന്നത്. എത്ര കുറഞ്ഞ സമയമാണെങ്കിലും ആ കുറഞ്ഞ സമയത്തിന് വല്ലാത്ത ബറക്കത്തുണ്ട്. കുട്ടി മദ്രസയിലേക്ക് മുസഹഫും അതേപോലെ പുസ്തകങ്ങളൊക്കെ എടുത്ത് രാവിലെ സുബഹി നിസ്കരിച്ച് ഉമ്മയോട് സലാം പറഞ്ഞ്, ഉപ്പ സ്ഥലത്തുണ്ടെങ്കിൽ അവരോട് സലാം പറഞ്ഞ് ആ കുട്ടി ഇറങ്ങുന്നത് എങ്ങട്ടാ? ആ കുട്ടി ഇറങ്ങുന്നത് മദ്രസയിലേക്കാണ്. ഇൽമു പഠിക്കാൻ എന്ന നെയ്യത്തോടെയാണ് ആ കുട്ടി പുറത്തിറങ്ങുന്നത്. ഉമ്മയും ഉപ്പയും ആ കുട്ടിയെ പറഞ്ഞയക്കുന്നതും ഇൽമു പഠിക്കാൻ എന്ന ഉദ്ദേശത്തോടെയാണ്. അതേസമയം സ്കൂളിലേക്ക് പോകുമ്പോൾ, ബസ്സിൽ കയറുമ്പോൾ കുട്ടിക്ക് അങ്ങനെ ഒരു നെയ്യത്തില്ല. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വരുന്ന ബസ് നമ്മുടെ വീടിന്റെ മുറ്റത്ത് വന്ന് റോഡിൽ വന്ന് നിന്നാൽ അവിടെ ഓടിക്കയറുന്ന കുട്ടികൾക്കോ അല്ലെങ്കിൽ പറഞ്ഞ് അങ്ങോട്ട് കയറ്റി കൊടുക്കുന്ന രക്ഷിതാക്കൾക്കോ അങ്ങനെ ഒരു നെയ്യത്തില്ല. കുട്ടി എവിടുക്കാ പോണത്? സ്കൂൾക്കാണ്. സ്കൂളിൽ ചിലപ്പോ നമ്മുടെ മദ്രസയിൽ കിട്ടുന്നതിനേക്കാൾ മദ്രസ കിട്ടുന്നുണ്ടാകാം. മദ്രസയിൽ എത്ര കിട്ടുന്നത്? അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ. അതേസമയം സ്കൂളിൽ നിന്ന് എത്ര കിട്ടും? 2 മണിക്കൂർ കിട്ടും. ആ 2 മണിക്കൂറും മദ്രസയിൽ നിന്ന് കിട്ടുന്ന അരമണിക്കൂറും തമ്മിൽ ചേർത്ത് നോക്കിയാൽ ഈ അരമണിക്കൂർ വല്ലാത്ത ബറക്കത്തുള്ള അരമണിക്കൂറാ. ഒന്ന് നെയ്യത്ത് തന്നെ, കുട്ടികൾ പോകുമ്പോഴുള്ള നെയ്യത്ത്. രണ്ടാമത്തത് രക്ഷിതാവിന്റെ നെയ്യത്ത്. മൂന്നാമത്തത് ആ മദ്രസയിലെ അന്തരീക്ഷം. മുസഹഫ്, ഖുർആന്. അവിടെ ബോർഡിൽ തവളയെ വരച്ചു വെച്ചിട്ടുണ്ടാവില്ല. തവളയുടെ ചിത്രം മദ്രസയുടെ ബോർഡിൽ ഉണ്ടാവില്ല, അത് സ്കൂളിന്റെ ബോർഡിലാണ് ഉണ്ടാകുക. ഇവിടെ മദ്രസയുടെ ബോർഡ് മുതൽക്ക്, ക്ലാസ് റൂം മുതൽക്ക്, ബെഞ്ച് മുതൽക്ക്, ഉസ്താദിന്റെ മേശ മുതൽക്ക് എല്ലാം ആത്മീയമായ അന്തരീക്ഷമാണ്. അവിടെ തൊടുന്നതും എടുക്കുന്നതും ഖുർആനും അതുപോലെ ഇൽമിന്റെ പുസ്തകങ്ങളുമാണ്. അങ്ങനെ എല്ലാം ചേർത്ത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ അരമണിക്കൂർ സമയമുണ്ടല്ലോ, ആ അരമണിക്കൂർ സമയം നേരത്തെ സ്കൂളിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞ 2 മണിക്കൂറിനേക്കാൾ എത്രയോ പ്രധാനപ്പെട്ടതാണ്, എത്രയോ ഉള്ളടക്കമുള്ളതാണ്. ഈ കാര്യം നിങ്ങൾ രക്ഷിതാക്കളെ പഠിപ്പിക്കണം. മാനേജ്മെന്റിന്റെ ആളുകൾ മദ്രസ സാധാരണ നമ്മൾ പറയാറുണ്ട്, കഴുത്തും കത്തിയാണ് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. കഴുത്തും കത്തി ഏൽപ്പിച്ചു. ആർക്ക്? ഉസ്താദുമാർക്ക്. കഴുത്തും കത്തി ഉസ്താദുമാർക്കാണ് ഏൽപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് മാനേജ്മെന്റിന്റെ പ്രതിനിധികൾക്കുള്ള റോൾ എന്താ? അവരുടെ റോള് മാസത്തിൽ ശമ്പളം കൊടുക്കുക, പിന്നെ റോള് ശാബാൻ മാസം ആവുമ്പോ പിരിച്ചുവിടുക. എന്തേ പിടിക്കണില്ലേ? ശാബാൻ മാസം ആവുമ്പോ പിരിച്ചുവിടലും നമ്മളെ റോളാണല്ലോ. ശവ്വാൽ മാസം ആവുമ്പോ എടുക്കലും നമ്മളെ റോളാ. അപ്പൊ അതിലൊക്കെ ഒരുപാട് എന്താ ശാബാൻ മാസം ആവുമ്പോ പിരിച്ചുവിടുന്നത്, ഞാൻ അതിലേക്ക് കിടക്കണില്ല. ശാബാൻ മാസം ആവുമ്പോ പിരിച്ചുവിടുന്ന എന്തിനാ?
ശഅബാൻ മാസമാകുമ്പോൾ പിരിച്ചു വിട്ടിട്ടില്ലെങ്കിൽ പിന്നെ ഒരുപാട് കൊല്ലങ്ങൾ ഈ ഉസ്താദ് നിന്ന് കഴിഞ്ഞാൽ ശമ്പളം വർദ്ധിപ്പിക്കേണ്ടി വരും, അതുപോലെ മറ്റു ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടി വരും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ശഅബാനിലൊക്കെ പിരിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ ആൾ വരുന്ന പുതിയതല്ലേ, പുതിയത് വരുന്ന ആൾക്ക് എന്ത് കൊടുക്കണ്ടല്ലോ. ഇങ്ങനെ ബലിയാടാകുന്ന നല്ലതുപോലെ അധ്യാപനം നടത്താൻ കഴിയുന്ന കുട്ടികളിൽ അവരുടെ ജീവിതത്തിൽ നല്ലതുപോലെ സ്വാധീനിക്കാൻ കഴിയുന്ന എത്രയോ ഉസ്താദുമാരുണ്ട്. നിസ്സാരമായ കാരണം പണ്ട് 89 മുമ്പ് ഈ പരിപാടി അവിടെ ആയിരുന്നു. ഇപ്പൊ ഈ പരിപാടി ചില സ്ഥലങ്ങളിൽ ഒരു രോഗമായിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. വളരെ ശ്രദ്ധിക്കണം. അധ്യാപകരെ മാറ്റണ്ട എന്നല്ല ഞാൻ പറയുന്നത്, കമ്മിറ്റിയെ മാറ്റുന്നില്ലേ. എന്താ കമ്മിറ്റിയെ മാറ്റുന്നത്? കമ്മിറ്റിയെ മാറ്റേണ്ടി വരുമ്പോൾ കമ്മിറ്റിയെ മാറ്റും, നാട്ടുകാർ മാറ്റും. അതേപോലെ ഉസ്താദുമാരെയും മാറ്റാം, അനിവാര്യ ഘട്ടങ്ങളിൽ മാത്രം. ഈ കാര്യം ഞാൻ ഇടക്ക് കയറി പറഞ്ഞതാണ്. ഏതായിരുന്നാലും നമ്മുടെ മദ്രസയുടെ ഏറ്റവും ബറക്കത്തുള്ള മുഖമാണ് രാവിലെയുള്ള അരമണിക്കൂർ സമയം. ഞാൻ പറഞ്ഞു തുടങ്ങിയ കാര്യം പൂർത്തിയാക്കട്ടെ. ഇവിടെ ഉസ്താദുമാർക്ക് മാത്രമല്ല ജോലി, ആർക്കുമുണ്ട്? നമ്മുടെ മാനേജ്മെന്റിന്റെ പ്രതിനിധികൾക്കും ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം വളരെ വലുതാണ്. ഉസ്താദുമാരെപ്പോഴാ വന്നത്, അവര് എന്താ ചെയ്യുന്നത്, അത് നിരീക്ഷിക്കലും നോക്കലും മാത്രമല്ല. അത് നമ്മളെക്കാൾ ദീന് പഠിച്ചവരാണല്ലോ ഉസ്താദുമാര്, നമ്മേക്കാൾ ദീന് പഠിച്ചവരാണ് ഉസ്താദുമാര്. അതുകൊണ്ട് ഉസ്താദുമാർക്ക് കൃത്യമായിട്ട് ക്ലാസ്സിൽ വരണമെന്നും ആ ക്ലാസ്സിൽ നിന്ന് കുട്ടികൾ പിരിഞ്ഞുപോയി എന്ന് ഉറപ്പുവരുത്തുന്നവരെ അവിടെ നിൽക്കണമെന്നും മൊബൈലും മറ്റുമൊന്നും ഈ മദ്രസയിൽ ഉപയോഗിക്കാൻ പാടില്ലെന്നും ടെലിഫോൺ ആകെ അരമണിക്കൂർ സമയമാണ് കിട്ടുക. ആ അരമണിക്കൂർ സമയത്തിനുള്ളിൽ 2 ടെലിഫോണും കൂടി ആയിക്കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾക്കൊന്നും പഠിപ്പിക്കാൻ കഴിയില്ലെന്നും ഇങ്ങനെയുള്ള ബോധങ്ങളൊക്കെ ഉസ്താദുമാർക്കുണ്ട്. എല്ലാ ബോധം ഉസ്താദുമാർക്കുണ്ട്. ആ ബോധമൊക്കെ കുട്ടികളെ നല്ലതുപോലെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടാണ് സുൽത്താനുൽ ഉലമ മർക്കസിൽ നിന്ന് ഈ ഉസ്താദുമാരെ പറഞ്ഞു വിടുന്നത്. ഓരോ മദ്രസയും നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഓരോ മഹല്ലും നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഓരോ കുട്ടിയോടും നിങ്ങൾ എങ്ങനെ പെരുമാറണം, ഇങ്ങനെ കുട്ടിയുടെ ടീച്ചിങ് മെത്തേഡ് വരെ ഒരു സഖാഫി പഠിച്ചിട്ടാണ് പുറത്തിറങ്ങുന്നത്, ഒരു സഅദി പഠിച്ചിട്ടാണ് പുറത്തിറങ്ങുന്നത്. അതുപോലെയുള്ള ബിരുദധാരികളൊക്കെയും അത് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പഠിക്കാൻ സാധിക്കാത്തവർക്ക് വേണ്ടി വിദ്യാഭ്യാസ ബോർഡിന്റെ വിപുലമായ ട്രെയിനിങ് പദ്ധതിയുണ്ട്. അങ്ങനെ എല്ലാ സംവിധാനത്തോടെയുമാണ് നമ്മുടെ മദ്രസ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ അൽഹംദുലില്ലാഹ് SMA പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം മുഅല്ലിമീങ്ങൾക്ക് മാത്രമല്ല മാനേജ്മെന്റ് നേതാക്കൾക്കും സമയബന്ധിതമായ ട്രെയിനിങ് നാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ട്രെയിനിങ്ങിന്റെ ഭാഗമായി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത്. നിങ്ങളെല്ലാവരും നിങ്ങളെ മദ്രസയെ കുറിച്ചൊന്ന് ആലോചിച്ച്, ഞാൻ നിർത്തുകയാണ്. നിങ്ങളെ മദ്രസയെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. എത്ര കുട്ടികളാണ് 1ാം ക്ലാസ്സിൽ വരല്? 1ാം ക്ലാസ്സിൽ ഒരു 15 കുട്ടികൾ ഞാൻ ഒരു ഇടക്ക് വെച്ച് പിടിക്കുക, ചിലപ്പോൾ അങ്ങോട്ടുണ്ടാവും ചിലപ്പോൾ ഇങ്ങോട്ടും ഉണ്ടാവും. ഒരു 15 കുട്ടികൾ 1ാം ക്ലാസ്സിൽ ചേർന്നാൽ 7ാം ക്ലാസ്സിലെത്തുമ്പോൾ എത്ര ഉണ്ടാവും? 7ാം ക്ലാസ്സിലെത്തുമ്പോൾ എത്ര ഉണ്ടാവും? ആ ഉസ്താദ് ചിരിക്കാൻ തുടങ്ങി. ഉത്തരം വളരെ അപകടത്തിലാണ് കിടക്കണമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ ചിരിക്കണത്. 1ാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടി 7ാം ക്ലാസ്സിലെത്തുമ്പോൾ 15 കുട്ടികളാണ് ഒന്നിലെങ്കിൽ 7-ലെത്തുമ്പോൾ എത്ര ഉണ്ടാവും? ശരി, 7-ൽ നിന്ന് വീണ്ടും ക്ലാസ് മുന്നോട്ട് പോയി, 8 എത്തി, 9 എത്തി, 10 എത്തി, 10ാം ക്ലാസ്സിലെത്തി. 10ാം ക്ലാസ്സിലെത്തുമ്പോൾ എത്ര ഉണ്ടാവും? ഒരാണും ഒരു പെണ്ണും ഇങ്ങനെ മുഖാമുഖം. 11ാം ക്ലാസ്സിലെത്തുമ്പോഴോ ഒരു ഉസ്താദും ഒരു പെണ്ണും ഇങ്ങനെ മുഖാമുഖം. ഇതല്ലേ കണക്ക്? ഇങ്ങനല്ലേ കണക്ക്? ഏകദേശം ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും, ഏകദേശം ഇതല്ലേ കണക്ക്? ഇങ്ങനെ സംഭവിക്കുമ്പോ 5ാം ക്ലാസ്സിൽ വെച്ച് കുട്ടികൾ കൂട്ടമായി കൊഴിഞ്ഞു പോകുമ്പോ, അല്ലെങ്കിൽ 7ാം ക്ലാസ്സിൽ വെച്ച് കുട്ടികൾ കൂട്ടമായി കൊഴിഞ്ഞു പോകുമ്പോ, എന്തുകൊണ്ടാണ് ഇന്നാലിന്ന അബ്ദുള്ളയുടെ കുട്ടി 5ാം ക്ലാസ്സിൽ വെച്ച് പഠനം നിർത്തിയത് എന്ന് ഒരു അന്വേഷണം സെക്രട്ടറി നടത്തിയിട്ടുണ്ടോ? പ്രസിഡന്റ് നടത്തിയിട്ടുണ്ടോ? കമ്മിറ്റി നടത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ നേതാക്കളാ. അങ്ങനെ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളാണ് മദ്രസയുടെ നേതാക്കൾ. അങ്ങനെ ചെയ്യുന്നവരല്ല നിങ്ങളെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പുറന്തള്ളപ്പെടും. അടുത്ത കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പുറന്തള്ളപ്പെടും എന്നല്ല, പുറന്തള്ളപ്പെടണം. ഉത്തരവാദിത്തങ്ങൾ ഉത്തരവാദിത്ത ബോധത്തോടെ നിർവഹിക്കണം. നമ്മുടെ കുട്ടികൾ, ഞാൻ പറഞ്ഞു നിർത്തുക. ഇപ്പോ നമ്മുടെ കുട്ടികൾ 5ാം ക്ലാസ്സിൽ നിന്ന് പിരിഞ്ഞാൽ ശരിക്കും ശ്രദ്ധിക്കണേ. 5ാം ക്ലാസ്സിൽ നിന്ന് ഒരു കുട്ടി മദ്രസയിൽ നിന്ന് പിരിഞ്ഞു നോക്കുക. ഓൻ എത്ര വയസ്സ്? 10 അല്ലേ? 10 വയസ്സല്ലേ?
10 വയസ്സാണ് 5ൽ നിന്ന് പിരിയുമുണ്ടാകുക. ഈ 10 വയസ്സായ ആൺകുട്ടിയും പെൺകുട്ടിയും ഓന് കുളി നിർബന്ധമാണെങ്കിൽ എത്ര കൊല്ലം കഴിയണം? കുളി നിർബന്ധമാണെങ്കിൽ എത്ര കൊല്ലം കഴിയണം? 5 കൊല്ലം കൂടി കഴിയണം. 5 കൊല്ലം കൂടി കഴിയണം കുളി നിർബന്ധമാണെങ്കിൽ. പെൺകുട്ടിയാണെങ്കിൽ ചിലപ്പോ ആയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഓൾക്കും വേണം എന്ത് ഒരു 5 കൊല്ലം കഴിയാം. ഇങ്ങനെ 5 കൊല്ലം കഴിഞ്ഞ് കുട്ടിക്ക് കുളി നിർബന്ധമാകുമ്പോ, ആണിനും പെണ്ണിനും കുളി നിർബന്ധമാകുമ്പോ, നമ്മൾ ജനാബത്ത് പഠിച്ചത് എവിടെ? നമ്മൾ ഹൈദ് പഠിച്ചത് എവിടെ? നമ്മൾ നിഫാസ് പ്രസവരക്തം അതിന്റെ ഹുക്കുമുകൾ പഠിച്ചത് എവിടെ? ഇതെന്താണെന്ന് അറിയണതിന് മുമ്പാ, ഇതെന്താണ് എന്ന് അറിയുന്നതിന് മുമ്പാണ് ഇതൊക്കെ പഠിച്ചിട്ടുള്ളത്. ഇനി അത് അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ, അതായത് ജനാബത്തിന്റെ നെയ്യത്ത് വെക്കണം എന്ന ഒരു സാഹചര്യം വരുമ്പോൾ, ഹൈദ് കുളിക്കണം എന്ന സാഹചര്യം വരുമ്പോൾ കുട്ടി ഇങ്ങനെ ആലോചിച്ച് നോക്കാണ്, എന്തായിരുന്നു ഇപ്പൊ നെയ്യത്ത്? എത്ര കാലം മുമ്പ് പഠിച്ചതാ? 5ാം ക്ലാസ് നിന്ന് പഠിച്ചതും 2ാം ക്ലാസ് നിന്ന് പഠിച്ചതും 3ാം ക്ലാസ് നിന്ന് പഠിച്ചതും ഏതെങ്കിലും നെയ്യത്ത് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടാവോ? ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടാവോ? ഒരു കുട്ടിക്ക് ആർത്തവ രക്തമുണ്ടായാൽ, ഒരു പെൺകുട്ടിക്ക് ആർത്തവ രക്തമുണ്ടായാൽ പ്രാഥമികമായി എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത കുട്ടികൾ നമ്മുടെ മദ്രസയിൽ നിന്ന് പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്നു എന്ന കാര്യം നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലെ അമുസ്ലിം ടീച്ചർമാർ നമ്മോട് പറയാറുണ്ട്. അമുസ്ലിം ടീച്ചർമാർ പറയാണ്, കുട്ടിക്ക് ക്ലാസ് മുറിയിൽ ഇരിക്കവേ പെട്ടെന്ന് പ്രായപൂർത്തിയായി അതിന്റെ ലക്ഷണങ്ങൾ കണ്ടു, രക്തം വന്നു, എന്ത് ചെയ്യണമെന്ന് കുട്ടിക്കറിയില്ല, കുട്ടി വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഉമ്മത്തിന്റെ കോലാണ് പോണത്, ഉമ്മത്തിന്റെ കോലാണ്. എവിടുന്നാ ഉമ്മത്ത് പോണത്? നമ്മുടെ മദ്രസയിൽ നിന്നാണ്. നമ്മുടെ മദ്രസയിൽ നിന്നാണ് ഹൈദിന്റെയും നിഫാസിന്റെയും ജനാബത്തിന്റെയും ഒക്കെ നിയമങ്ങൾ കലക്കി കുടിക്കുന്ന മദ്രസയിൽ നിന്നാണ് നമ്മുടെ കുട്ടികൾ പുറത്തിറങ്ങുന്നത്. ആ കുട്ടികൾക്ക് കുളിയുടെ നെയ്യത്ത് എന്താണെന്നറിയില്ല, കുളിക്കുമ്പോൾ എന്താണ്, കുളിയുടെ ഫർദ് എന്താണ് എന്നറിയില്ല, ഹൈദിന്റെ മസലകൾ എന്താണ്, നിഫാസിന്റെ ഇങ്ങനെ വന്നാൽ അതിന്റെ ഒരു ഗൗരവം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ജനാബത്തുള്ള ഒരു കുട്ടി നെയ്യത്ത് വെച്ച് അതിന്റെ ചിട്ടപ്രകാരം കുളിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഓന്റെ നിക്കാരങ്ങളുടെ ഒക്കെ അവസ്ഥ എന്താ? ഓന്റെ ജീവിതത്തിന്റെ അവസ്ഥ എന്താ? ഓന്റെ എല്ലാം എന്തായില്ലേ? അതേപോലെ ഒരു പെൺകുട്ടിക്ക് അവൾക്ക് ഹൈദ് വന്നാൽ എന്ത് ചെയ്യണം, കുളിക്കേണ്ടത് എങ്ങനെയാണ്, നിഫാസിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇനി ഇസ്തിഹാദത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതിയുണ്ട്, രോഗസംബന്ധമായ രക്തമാണ്, അത് വന്നാൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, ഇതൊക്കെ നമ്മുടെ മദ്രസയിൽ നിന്ന് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആ കുട്ടികൾ തിരിച്ചറിവിന്റെ പ്രായമാകുന്നതിന് മുമ്പ് ആ കുട്ടികൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. അതുകൊണ്ട് ഞാൻ 2 കാര്യം ഇവിടെ പറയാം. ഒന്ന്, മദ്രസയിൽ നിന്ന് കുട്ടികൾ കൊഴിഞ്ഞു പോകുന്നത് നമ്മുടെ മാനേജ്മെന്റ് വളരെ ജാഗ്രതയോടെ കാണുകയും രക്ഷിതാക്കളുമായി ബന്ധപ്പെട്ട് അത് തടയാനുള്ള സാധ്യമായ എല്ലാ മാർഗങ്ങളും അവലംബിക്കുകയും വേണം, സ്വീകരിക്കുകയും വേണം. ഒന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കൊഴിഞ്ഞു പോകുന്ന കുട്ടികളാണെങ്കിലും ഇനി പഠനം പൂർത്തിയാക്കിയ കുട്ടികളാണെങ്കിലും അവര് പഠിക്കുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ അത്തരം അനുഭവങ്ങൾ ഇല്ലാത്തത് കൊണ്ട് അവരൊരു പക്ഷേ അതൊക്കെ ഒരു തമാശയായി അല്ലെങ്കിൽ ഒരു നേരം പോക്കായി അവരത് കേട്ടിരിക്കുകയും അങ്ങനെ അവഗണിച്ച് തള്ളുകയും ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്തരം കുട്ടികൾക്ക് പ്രായപൂർത്തി വരുമ്പോൾ, നിർബന്ധമായ കുളിക്കണം എന്ന് വരുമ്പോൾ, ഹൈദ് കൈകാര്യം ചെയ്യണം, നിഫാസ് കൈകാര്യം ചെയ്യണം, ഇസ്തിഹാദത്ത് കൈകാര്യം ചെയ്യണം എന്നൊക്കെ ഒരു ഘട്ടം വരുമ്പോൾ അവരുടെ അന്തരംഗം മന്ത്രിക്കും. എന്തോരോ, നമ്മൾ ഇപ്പോഴാണ് മദ്രസയിൽ പഠിച്ചിരുന്നതെങ്കിൽ, ഇപ്പോഴാണ് നമ്മൾ നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഉസ്താദ് ഉണ്ടല്ലോ, 7ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഉസ്താദ് ഉണ്ടല്ലോ, ആ ഉസ്താദ് ഇപ്പോഴാണ് നമ്മളെ പഠിപ്പിച്ചിരുന്നതെങ്കിൽ എന്തൊരു ഫലവത്താകുമായിരുന്നു എന്ന് കെട്ടിക്കാനിരിക്കുന്ന മകള്, കെട്ടാൻ പ്രായമായ മകൻ ആലോചിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് കമ്മിറ്റി അവരെ പിടിക്കണം. ആ സമയത്ത് പിടിച്ച കുട്ടികൾക്ക് വെറും 48 മണിക്കൂറിന്റെ ക്ലാസ് മതി, മദ്രസ മതി എന്ത് പഠിപ്പിക്കാൻ. അവരുടെ ഇസ്ലാമിക ജീവിതം വേറുള്ളതൊക്കെ നിൽക്കട്ടെ, അവരുടെ ഇസ്ലാമിക ജീവിതം എങ്ങനെ കുളിക്കണം, എങ്ങനെ കുളിക്ക് നെയ്യത്ത് ചെയ്യണം, എങ്ങനെ ഒതുണ്ടാക്കണം, എങ്ങനെ നിസ്കരിക്കണം, ഹൈദ് എന്താണ്, നിഫാസ് എന്താണ്, അതേപോലെ ഇസ്തിഹാലത്ത് എന്താണ്, ഇങ്ങനെ ജീവിതത്തിൽ വരുന്ന ഈ കാര്യങ്ങൾ എന്തൊക്കെ, അതിന്റെ നിയമങ്ങൾ എന്തൊക്കെ എന്ന് പഠിപ്പിക്കാൻ വെറും 48 മണിക്കൂർ മതി. ആ 48 മണിക്കൂറിന്റെ ഉള്ളിൽ തന്നെ അത് പഠിപ്പിക്കാൻ പറ്റിയ മികച്ച ഉസ്താദുമാർ നമുക്കുണ്ട്, നമ്മുടെ പ്രസ്ഥാനത്തിനുണ്ട്. അത് തന്നെയാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത്. നമ്മുടെ ഉസ്താദുമാരാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഉസ്താദുമാരെ ഉപയോഗപ്പെടുത്തി നമ്മുടെ കുട്ടികളുടെ ഭാവി
ഭാവി എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് ദുന്യാവിലെ ഭാവിയല്ല, ഖബറിലും ആഖിറത്തിലും ഒരു ഭാവി ഉണ്ടല്ലോ. ആ ഭാവി രക്ഷപ്പെടുത്താൻ ദുന്യാവിലെ ഭാവി അത് വേറൊരു വിഷയമാണ്. അത് നമുക്ക് മഹല്ല് ചർച്ച ചെയ്യുമ്പോൾ ചർച്ച ചെയ്യാം. അപ്പൊ മദ്രസ ചർച്ച ചെയ്യുമ്പോൾ അത് പറഞ്ഞാൽ അത് എവിടെ എത്തൂല. അത് മഹല്ല് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. ഈ ആഖിറത്തിലുള്ള കുട്ടികൾ അക്ഷരം തിരിഞ്ഞ് ഷഹാദത്ത് കലിമ ചൊല്ലുക, അതേപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ്, സാധാരണ ചൊല്ലുന്ന ദിക്റുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അക്ഷരസ്ഫുടതയോടെ കുട്ടി ചൊല്ലുന്നുണ്ടോ, ചൊല്ലാൻ അറിയുന്നുണ്ടോ? അതേപോലെ കുട്ടികൾക്ക് ഈ പറഞ്ഞിട്ടുള്ള പ്രായപൂർത്തിയായാൽ അവനിൽ വന്നു ചേരുന്ന ചില നിയമങ്ങളുണ്ട്, മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങളെ കുറിച്ച് കുട്ടി ബോധവാനാണോ? ഇതൊക്കെ ഒന്ന് ആലോചിച്ച് അക്കുട്ടികൾക്ക് വേണ്ടി അവരുടെ സൗകര്യാർത്ഥം അവരുടെ സമയം പോലെ സന്ദർഭം പോലെ മദ്രസ ഉണ്ടാക്കണം. മദ്രസത്തുൽ കിബാർ, വലിയവരുടെ മദ്രസ, വലിയവരുടെ മദ്രസ. ആ വലിയവരുടെ മദ്രസ നമ്മുടെ മദ്രസയിൽ തന്നെ ഒരു നിശ്ചിത, അതിന് ഹാജർപട്ടിക വേണം, ആ മദ്രസയിൽ ചേർക്കൽ വേണം, വേണമെങ്കിൽ ഫീസ് വേണം. അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല ഒരു സംവിധാനം, ആ സംവിധാനം ഓരോ നാട്ടിലും രക്ഷിതാക്കൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ, രക്ഷിതാക്കൾ അതിനുവേണ്ടി ഒരുമ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ഫലം ഉറപ്പാണ്. കാരണം കിട്ടിയെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്ന സമയമാണത്. കിട്ടിയെങ്കിൽ എന്ന് അവരാഗ്രഹിക്കുന്ന സമയമാണ്. ആ സമയത്ത് അവരെ നമ്മൾ വിളിച്ചിട്ടും അവർ വരുന്നില്ലെങ്കിൽ പേടിക്കണ്ട, നമ്മൾ കുറ്റക്കാരാവില്ല, നമ്മുടെ ഉത്തരവാദിത്വം നാം എന്താകും, നിർവഹിച്ചവരായി മാറും. ഈ രണ്ട് കാര്യങ്ങൾ ഈ സമ്മേളനത്തിന്റെ സന്ദേശങ്ങളായി ഒരുപാട് സന്ദേശങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. എങ്കിലും അവസാനത്തെ രണ്ട് സന്ദേശങ്ങൾ, ഒന്ന് കൊഴിഞ്ഞു പോകുന്ന കുട്ടികളെ സംബന്ധിച്ചുള്ള ഓർമ്മയും അന്വേഷണവും അതിന്റെ പരിഹാര നടപടികളും. രണ്ടാമത്തത്, ഈ പഠനം പൂർത്തിയായി 15ഓ 20ഓ ഒക്കെ വയസ്സായി എത്തി നിൽക്കുന്ന, കെട്ടിക്കാനും കെട്ടാനും ഒക്കെ പ്രായമെത്തി നിൽക്കുന്ന നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളും, അവരെ വിളിച്ചൊരു 24 മണിക്കൂറിന്റെ അല്ലെങ്കിൽ ഒരു 48 മണിക്കൂറിന്റെ ഒരു സിലബസ്, ആ സിലബസ് അവർക്ക് കുറഞ്ഞ മാസങ്ങൾ കൊണ്ട്, ഒരു 6 മാസം അല്ലെങ്കിൽ 3 മാസം കൊണ്ട് അവരെ പഠിപ്പിച്ച്, നിങ്ങളോട് ഏറ്റവും വലിയ നന്ദിയുള്ളവരായിരിക്കും ആ കുട്ടികൾ, നിങ്ങളോട് ഏറ്റവും വലിയ കടപ്പാടുള്ളവരായിരിക്കും ആ കുട്ടികൾ. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ സഹോദരന്മാരെ പറയാനുണ്ട്. നേരത്തിന് നിസ്കരിക്കുന്ന ആൾക്കാരാണ്, പക്ഷേ നിസ്കാരം ഭാവത്തിലാകുന്ന കാര്യങ്ങൾ അറിയില്ല. നേരത്തിന് കൃത്യമായി നിസ്കരിക്കുന്ന ആൾക്കാരാണ്, പക്ഷേ ജനാബത്ത് കുളിക്ക് എങ്ങനെ നിയ്യത്ത് വെക്കേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ എത്രയോ സഹോദരങ്ങൾ നമ്മുടെയൊക്കെ ഇടയിൽ തന്നെ ഉണ്ട്. അവരെയൊക്കെ പഠിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന് രണ്ടാമതായി പറഞ്ഞ്, മൂന്നാമതായി ഒരൊറ്റ കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷിക മഹാസമ്മേളനം ഇൻഷാ അല്ലാഹ് 2026 സംഭവിക്കാനിരിക്കുകയാണ്. കേരളം കണ്ട ഏറ്റവും വലിയ മഹാസമ്മേളനം ഇൻഷാ അല്ലാഹ് 2026 നമ്മുടെ 24-ൽ 23-ൽ SSFന്റെ മഹാസമ്മേളനം, അതിന്റെ ദേശീയ സമ്മേളനം ഉൾപ്പെടെ നേരത്തെ നടന്നു കഴിഞ്ഞു. 2024-ൽ SYSന്റെ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന സമ്മേളനം നടന്നു കഴിഞ്ഞു. 60ാം വാർഷിക സമ്മേളനം നടന്നത് എടരിക്കോട് ഒരു പാടത്താണ്. ഒറ്റ ദിവസമായിരുന്നു സമാപന സമ്മേളനം. 10 വർഷം കഴിഞ്ഞ് SYS 70ാം വാർഷികം നടത്താൻ ഒരുങ്ങിയപ്പോൾ നേതാക്കളും നേതൃത്വവും ഉലമാക്കളും ചേർന്ന് തീരുമാനിച്ചു, ഒറ്റ സമ്മേളനം നടത്താൻ പറ്റിയ നഗരി നമുക്കില്ല, ഒരു സമ്മേളനം ഒരുമിച്ച് നടത്താൻ പറ്റിയ നഗരി നമുക്കില്ല. അതുകൊണ്ട് 3 സമ്മേളനമാക്കി, 3 ദിവസവും സമാപന സമ്മേളനം. എന്നിട്ട് ജില്ലകൾ വേർതിരിച്ചു കൊടുത്തു. ഇന്ന ജില്ലയിൽ നിന്നുള്ള ആൾക്കാർ ഇന്ന ദിവസം വരിക, അടുത്ത ദിവസം വേറെ ജില്ലകൾ വരിക. ഇങ്ങനെ ജില്ലകൾ വേർതിരിച്ചുകൊണ്ടാണ് നമ്മുടെ സമ്മേളനം, SYSന്റെ സമ്മേളനം നമ്മൾ നടത്തിയത്. 2025 ഇൻഷാ അല്ലാഹ് കേരള മുസ്ലിം ജമാഅത്തിന്റെ വിപുലമായ കർമ്മ പദ്ധതികളുടെ പ്രകാശനവും അതിന്റെ പ്രഖ്യാപനവും അതിന്റെ പ്രയോഗവും എല്ലാം നടക്കുന്ന സമ്മേളനമാണ്, എല്ലാം നടക്കുന്ന വർഷമാണ്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത്, 2025 ഫെബ്രുവരി മാസം 11-ന് കോഴിക്കോട് കടപ്പുറത്തെ 10,000-ങ്ങളെ സാക്ഷിയാക്കി. ഒരു കാര്യം ഇടക്കോർക്കണം. കോഴിക്കോട് കടപ്പുറത്താണ് സമസ്തയുടെ 60ാം വാർഷിക സമ്മേളനം നടന്നത്. കോഴിക്കോട് കടപ്പുറത്താണ് സമസ്തയുടെ 60ാം വാർഷിക മഹാസമ്മേളനം നടന്നത്. അതേ കടപ്പുറത്ത് കാന്തപുരം ഉസ്താദ് നേതൃത്വം നൽകുന്ന സമസ്ത അതിന്റെ സമ്മേളനത്തിന്റെ പ്രഖ്യാപനം നടത്തുന്നു. കടപ്പുറം ചുരുങ്ങിയതല്ല,
നാം വലുതായതാണ്. 60-ാം വാർഷിക സമ്മേളനം കടപ്പുറത്ത് നടന്നു ഓർക്കുന്നുണ്ടല്ലോ, അത് സമാപന സമ്മേളനമായിരുന്നു. ഇപ്പൊ നാം കടപ്പുറത്ത് നടക്കുന്നത് പ്രഖ്യാപന സമ്മേളനമാണ്. 10,000-കണക്കിന് ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് സുൽത്താനുൽ ഉലമയുടെ വിശുദ്ധമായ ചുണ്ടുകളിൽ നിന്ന് ഇൻഷാ അല്ലാഹ് 2025 നടക്കുന്ന കേരള മുസ്ലിം ജമാഅത്തിന്റെ കർമ്മ പദ്ധതിയുടെ പ്രഖ്യാപനം, സമസ്തയുടെ 100-ാം വാർഷിക പ്രഖ്യാപനം കാസർഗോഡ് വെച്ച് നമ്മൾ നടത്തി അല്ലേ, ഓർമ്മണ്ടല്ലോ? കാസർഗോഡ് വെച്ച് നടത്തി. ഞാനൊരു രസങ്ങളോട് പറയാം. കാസർഗോഡ് വെച്ച് ആ സമ്മേളനം നടത്തുമ്പോൾ സംസ്ഥാന നേതൃത്വം അതിന്റെ കമ്മിറ്റി യോഗം ചേരുക. കമ്മിറ്റിയിലെ പ്രധാന അജണ്ട, ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്താ അറിയോ? ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം, കാസർഗോഡ് പ്രഖ്യാപന സമ്മേളനത്തിൽ ആളുകളെ കുറക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ആളുകളെ കുറക്കാൻ എന്ത് ചെയ്യും? ഞാൻ ഈ ചർച്ച ഇങ്ങനെ മുറുകിയപ്പോ ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, നമ്മളിപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കണതേ സാധാരണ ഒരു 10-30 കൊല്ലമായിട്ട് 89-ന് ശേഷം ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്യാറുള്ളത് നമ്മളെ സമ്മേളനത്തിൽ എങ്ങനെ ആളെ കൂട്ടാമെന്നാണ്. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സമ്മേളനത്തിൽ എങ്ങനെ ആളെ കുറക്കാമെന്നാണ് എന്ന് ഞാൻ ചർച്ചക്കിടയിൽ പറഞ്ഞപ്പോ അവിടെ കൂടിയ ആളുകളുടെയൊക്കെ കണ്ണ് നിറഞ്ഞു. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ മികവും വളർച്ചയും നമുക്ക് അഭിമാനിക്കാൻ മാത്രം, അഹങ്കരിക്കാനല്ല, സന്തോഷിക്കാൻ മാത്രം അത് വളരെയേറെ മുന്നോട്ട് പോയിരിക്കുന്നു. ഈ പ്രബോധന സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. സ്വയം പര്യാപ്തമായ ഉമ്മത്ത്, സ്വയം പര്യാപ്തമായ സമുദായം എന്ന പ്രഖ്യാപിതമായ ലക്ഷ്യം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കാസർഗോഡ് അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾ, നമ്മുടെ സമുദായം വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ മേഖലയിൽ, തൊഴിൽ മേഖലയിൽ, അങ്ങനെ ദീനിലും ദുന്യാവിലും സ്വയം പര്യാപ്തമായ ഒരു സമുദായത്തെ 1-ാം ഘട്ടത്തിൽ കേരളത്തിലും 2-ാം ഘട്ടത്തിൽ ഇന്ത്യയിലൊട്ടാകെയും വളർത്തിയെടുക്കും, കെട്ടിപ്പടുക്കും എന്ന പ്രഖ്യാപനവുമായാണ് 2026 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100-ാം വാർഷിക മഹാസമ്മേളനം നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഒക്കെ വിപുലമായ വിശദീകരണങ്ങളും പ്രഖ്യാപനങ്ങളുമാണ് 2025 ഈ പറയുന്ന ഫെബ്രുവരി 11-ന് കടപ്പുറത്ത്, കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നടക്കുന്നത്. നിങ്ങൾ ആരെയും ക്ഷണിക്കുന്നില്ല, പക്ഷേ ക്ഷണം കിട്ടിയവർ, നേരത്തെ ക്ഷണിക്കപ്പെട്ടവർ അവിടെ വരാൻ മറക്കരുത്. കാരണം ക്ഷണിക്കപ്പെട്ടവർ വരാതിരുന്നാൽ ഒരു ഇരിപ്പിടം അവിടെ കാലിയായി കിടക്കും. ഒരു ഇരിപ്പിടം സുൽത്താനുൽ ഉലമയുടെ മുമ്പിൽ ഒരു ഇരിപ്പിടം കാലിയായി കിടക്കും. ആ ഇരിപ്പിടത്തിലേക്ക് പ്രവേശനം നേരത്തെ രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് മാത്രമാണ്. 10,000 പേരെയാണ് രജിസ്റ്റർ ചെയ്ത് കണക്കാക്കിയത്. ഇപ്പോൾ അത് 12,000 കഴിഞ്ഞിരിക്കുന്നു. അവസാനം കമ്മിറ്റി തീരുമാനിച്ചു ഈ സൈറ്റ് ഓഫാക്കി കളയാം, അത് നിർത്തൽ ചെയ്തു. ഇപ്പൊ എല്ലാ ഭാഗത്തുനിന്നും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് എന്ന് പറഞ്ഞാൽ നിൽക്കട്ടെ, അവിടെ നിർത്തിയിരിക്കുകയാണ്. ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നത് നിഅമത്ത് എടുത്തു പറയുക എന്ന നിലക്കാണ്. നിഅമത്ത് എടുത്തു പറയുക, അത് ഖുർആനിന്റെ താല്പര്യമാണല്ലോ. ആ നിലക്കാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് സൂചിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇനിയും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ 100 കൊല്ലങ്ങൾ നാം അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് വേണ്ടിയാണ് പ്രവർത്തിച്ചതെങ്കിൽ, അതല്ലെങ്കിൽ ആകാശം മുട്ട പറക്കാനുള്ള ഒരു അടിത്തറ, ആകാശം മുട്ട നമുക്ക് പറന്നു പോകാനുള്ള ഒരു അടിത്തറ ഒരുക്കാനാണ് നമ്മുടെ ഉലമാക്കൾ കഴിഞ്ഞ 100 കൊല്ലം പ്രവർത്തിച്ചതെങ്കിൽ, ബലവത്തായ അടിത്തറയിൽ നിന്ന് ഇനി നമുക്ക് ലക്ഷ്യങ്ങളുമായി പറക്കേണ്ടതുണ്ട്, ലക്ഷ്യങ്ങളുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിന് മനസ്സും ശരീരവും സമയവും കർമ്മോത്സുകതയും ആർജിച്ചെടുത്ത് വീണ്ടെടുത്ത് ഇനിയും മുന്നോട്ട് പോകാൻ നിങ്ങൾ തയ്യാറാകണം എന്ന് മാത്രം ഈ സമ്മേളനത്തിന്റെ ഒരു സന്ദേശം എന്ന നിലക്ക് നിങ്ങളോട് സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയ്യത്ത് ചെയ്ത് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം. പ്രിയപ്പെട്ടവരെ,